Assalamu alaikum. Then let us start our new chapter, data handling. Okay, our new chapter, data handling. Data handling. In this chapter, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ഡാറ്റ. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഡാറ്റകൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. വാട്ട് ഈസ് ഡാറ്റ? യെസ്, ദ ഇൻഫർമേഷൻ കളക്ടർ കോൾഡ് ഡാറ്റ. നമ്മളൊരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുകയാണ്. അത് നമ്മൾ എന്ത് പറയും? നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് ക്ലാസ് 7th. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, നമ്പർ ഓഫ് ഗേൾസ് ക്ലാസ് 7th ക്ലാസ്സിലെ ഗേൾസിൻ്റെ നമ്പർ അല്ലേ, ഇത് ഇൻഫർമേഷനാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടേബിളിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്പർ ഓഫ് ഗേൾസ് നമ്മളിപ്പോൾ ഇവിടെ 45. ദെൻ നമ്മൾ എന്ത് പറയുന്നത്, ഈ കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡാറ്റ എന്താണെന്ന് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, എക്സസൈസ് 18.1 പേജ് നമ്പർ 240, എക്സസൈസ് 18.1. യെസ്, fourth question. Look, fourth question. Given below are 5 popular games. Find out from 50 of your classmates about their liking of the game. അപ്പോൾ നമ്മളോട് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഡാറ്റ നിങ്ങളോട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ താഴത്തെ ഒരു കോളം ടേബിൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 50 ഓഫ് യുവർ ക്ലാസ്മേറ്റ്സ് അബൌട്ട് ദെയർ ലൈക്കിംഗ് ഓഫ് ദി ഗെയിം. അവർ ഏതൊക്കെ ഗെയിമാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആ ടേബിളിൽ എഴുതണം. ഓക്കെ, ആ ടേബിളിൽ നമ്മൾ എഴുതണം. ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ടേബിളിലാക്കി എഴുതണം. ഇതാ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 4 എക്സസൈസ് 18.1. അപ്പോൾ അവിടെ ഗെയിംസ് പറയുന്നുണ്ട്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ടെന്നീസ്, ചെസ്. അപ്പോൾ ഈ ഗെയിംസ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണമാണ് സെക്കൻഡ് കോളത്തിൽ ടാലി മാർക്കായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ടാലി മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടാലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ ഗെയിം. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അതായത് ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഗെയിം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോക്കി എന്നുള്ള ഗെയിം ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ഔട്ട് ഓഫ് 50 ടോട്ടൽ സ്റ്റുഡൻറ്റ് എന്ന് വിചാരിക്കുക. ആ 50 സ്റ്റുഡൻസിൽ ഒരു 10 സ്റ്റുഡൻസ് എന്താണ് ഹോക്കി ഗെയിം ഇഷ്ടപ്പെടുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ടാലി മാർക്ക് കൊടുക്കണം. 10 നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 ആണ്. അപ്പോൾ 10ൻ്റെ ടാലി മാർക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക, 1 2 3 4 5 1 2 3 4 5 ടോട്ടൽ 10 ആയില്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ ടാലി മാർക്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ ചെയ്യുക. എക്സസൈസ് 18.1 ക്വസ്റ്റ്യൻ നമ്പർ 4 ആൻസർ ചെയ്യുക. ഓക്കെ, യെസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇവിടെ പറയുന്നത് നോക്കൂ. 7th question, exercise 18.1 7th question. For the given data on weights of students of class 7, create a table using tally marks and find the number of students for each weight recorded. അപ്പോൾ താഴെ കുറേ ഡാറ്റ കൊടുത്തിട്ടുണ്ട് അല്ലേ, കോമ്പറ്റിട്ട് കുറേ ഡാറ്റകൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 7. 7th ക്ലാസ്സിലെ കുട്ടികളുടെ വെയ്റ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് എ ടേബിൾ യൂസിങ് ടാലി മാർക്ക് ഉപയോഗിച്ച് ഇതേപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതായത് അതിൻ്റെ ഡാറ്റകൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ആ കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം,
ടേബിൾ ആക്കി റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ടേബിൾ ആക്കി റെപ്രസെന്റ് ചെയ്യേണ്ടത്? യെസ്, ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫോർ ഈച്ച് വെയിറ്റ് റെക്കോർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർ ദ ഗിവൻ ഡാറ്റ വെയിറ്റ്സ് ഓഫ് സ്റ്റുഡൻസ്, വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ്, ക്ലാസ്സിലെ കുട്ടികളുടെ വെയിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 കോളം വരക്കാം അല്ലെ. ഫസ്റ്റ് കോളത്തിൽ വെയിറ്റ്, ഫസ്റ്റ് കോളത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം, വെയിറ്റ്. ദെൻ സെക്കൻഡ് കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ ഫസ്റ്റ് നോക്കൂ നിങ്ങൾ ഡാറ്റയിലേക്ക്. അപ്പൊ ഈ ടേബിൾ കോൾ ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യെസ്, അപ്പൊ ഇവിടെ വെയിറ്റ് കുറേ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഏതാ വരുന്നത് നോക്കൂ, 40, 38. അതില് എവിടുന്നാ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യണത്, 37 അല്ലേ, അല്ലേ, യെസ് 37. ദെൻ നെക്സ്റ്റ് 37, 38, 39, 40, 41, 42, 43, 43. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വെയിറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റ്സ് ഇവിടെ കൊടുത്തു. ഫസ്റ്റ് കോളത്തിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 37 എന്നുള്ള സ്റ്റുഡൻസ്, 37 എന്നുള്ള വെയിറ്റ് തന്നെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കൂ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റ് എ ടേബിൾ യൂസിങ് ടാലി മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൂസിങ് ടാലി മാർക്ക്, അപ്പൊ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് എന്ത് കൊടുക്കാം, ടാലി മാർക്ക് കൊടുക്കാം അല്ലേ, ടാലി. ദെൻ മൂന്നാമത്തതിൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ടാലി മാർക്ക് കൊടുക്കാം. 37 വെയിറ്റ് വരുന്ന എത്ര കുട്ടികളുണ്ട് നോക്കൂ നിങ്ങൾ, 1, 2, 3, 4, 5, 6 സ്റ്റുഡൻസ്. അപ്പം 1, 2, 3, 4, 5, 6. ഓക്കെ, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക്. 38 ടാലി മാർക്ക് കൊടുക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുക്കുക. 39 വെയിറ്റ്സ് വരുന്ന ടാലി മാർക്ക് കൊടുക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുക്കുക. അങ്ങനെ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഫർമേഷനെ ആ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ടേബിളിൽ റെപ്രസെന്റ് ചെയ്തു. ഈ ടേബിൾ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ടേബിൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മൊത്തത്തിലുള്ള ക്ലാസ്സിലെ കുട്ടികൾ, കൂടുതൽ കുട്ടികളും ഏത് വെയിറ്റിലാണ് വരുന്നത്, ഏറ്റവും കുറവ് വെയിറ്റ് വരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്, ഇതൊക്കെ നമുക്ക് ഈ ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്താണ്, ആവറേജ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ആവറേജ്. വാട്ട് ഈസ് ആവറേജ്? ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ ഡെയിലി ലൈഫിൽ ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടാവും, ആവറേജ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളോട് ഒരു ആൾ ചോദിക്കാൻ, നിങ്ങൾ ക്ലാസ്സിന്റെ ആവറേജ് എത്രയാണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ആവറേജ് എത്രയാണ്, സോറി ഹൈറ്റ്, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ്സ് അതിന്റെ ആവറേജ് എത്രയാണ്, ഓക്കെ. അല്ലെങ്കിൽ മാത്സ് മാർക്കിന്റെ ആവറേജ് എത്രയാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ മാത്സ് മാർക്ക്, മാത്സ് എന്ന സബ്ജക്റ്റിന്റെ മാർക്കിന്റെ ആവറേജ് എത്രയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ എന്താണ് ഈ ആവറേജ്? അപ്പൊ ഒരു ഡാറ്റയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്താണ് ഈ ആവറേജ് എന്ന് പറഞ്ഞാൽ, ആവറേജ് ടെൽ us വാട്ട് ദ ക്ലാസ് ഈസ് capable ഓഫ്. ഇപ്പൊ ഒരു ക്ലാസ്സിലെ ആവറേജ് ഇപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ ഒരു ക്ലാസ്സിന്റെ ആവറേജ് 74% ആണ്. ഇപ്പൊ ഒരു ക്ലാസ്സിന്റെ ആവറേജ് ഒരു സബ്ജക്റ്റിലെ മാർക്കിൽ ആ ക്ലാസ്സിന്റെ ആവറേജ് 74% ആണെന്ന് വിചാരിക്കുക. 74% ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മോസ്റ്റ് സ്റ്റുഡൻസ് ഹാവ് സ്കോർഡ് അബൌട്ട് 74%. മോസ്റ്റ് സ്റ്റുഡൻസ് ഹാവ് സ്കോർഡ് അബൌട്ട് 74%. സം മേ ഹാവ് സ്കോർഡ് മോർ ആൻഡ് സം ലെസ്. ബട്ട് കൂടുതൽ കുട്ടികളും സ്കോർ ചെയ്തിട്ടുള്ളത് 74 അതിനോടടുത്ത് ഒക്കെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയാം ആ ക്ലാസ്സിന്റെ മാത്സ് എന്നുള്ള സബ്ജക്റ്റിലെ ആവറേജ് 74 ആണ്, നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യെസ്, ദ ആവറേജ് മാർക്ക് ഐ ഗോട്ട്
ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ആവറേജ് എത്ര മാർക്ക് കിട്ടിയത്, എനിക്കൊരു ആവറേജ് 70% ആണ് എൻ്റെ മാർക്കിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സബ്ജക്റ്റിനും 70 ഇപ്പോൾ 100ലാണ് മാർക്കെങ്കിൽ ഒരു 70 അതിനോടടുത്ത് അല്ലെങ്കിൽ 70 അതിന് മുകളിലൊക്കെ ആയിട്ട് നമ്മൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും കൂടുതൽ സബ്ജക്റ്റിനും. അതുകൊണ്ടാണ് അവൻ്റെ ടോട്ടൽ ആവറേജ് എന്ന് പറയുമ്പോൾ 74 അല്ലെങ്കിൽ 70 എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതാണ് ആവറേജ് മീൻസ്. Then the average is calculated by dividing the sum of data by the number of objects. Average is calculated by dividing the sum of data by number of objects. Okay. അപ്പോൾ ഈ ആവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ ഒരു 10 കുട്ടികളെ സെലക്ട് ചെയ്യാം. ഒരു 10 കുട്ടികളുള്ള ഒരു ക്ലാസ് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ അവരുടെ മാർക്സ്, അവരുടെ ഔട്ട് ഓഫ് 10 മാത്സിന് കിട്ടിയ മാർക്ക് 9, 10, 8, 5, 6. ഇങ്ങനെ വിചാരിക്കുക 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ ഡാറ്റയുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് പറയുന്നത്? ദ ആവറേജ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ സം ഓഫ് ഡാറ്റ dividing the sum of data by the number of objects. സം ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഈ ഡാറ്റകൾ ഉണ്ടാവും, ഇത് ഓരോ ഡാറ്റകളല്ല, എല്ലാ ഡാറ്റകളും ആഡ് ചെയ്തതിന് ശേഷം അതിനെ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ എത്ര ഡാറ്റ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഡാറ്റാസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? 9 + 10 + 8 + 5 + 6 + 4 + 7 + 10 + 9 + 10 all divided by 10. ഈ 10 എങ്ങനെയാണ് വന്നത്? നമ്പർ ഓഫ് ഡാറ്റ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഡാറ്റ. അപ്പോൾ all divided by 10. ഇങ്ങനെ ചെയ്ത് കിട്ടി നമുക്ക് എന്തായി? ആവറേജ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ്. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ആവറേജ് നമ്മൾ വേറെ രീതിയിലും പറയും. ആവറേജ് നമുക്ക് എന്ത് പറയാം? മീൻ എന്നും പറയാം. മീൻ, MEAN, അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ. ആവറേജിന് വേറൊരു പേരാണ് മീൻ, അല്ലെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്, ആവറേജ് ആണ്. ആവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സം ഓഫ് ഡാറ്റ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ. അപ്പോൾ മീൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഫോർമുല ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്തു. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഓൾ റീഡിംഗ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് റീഡിംഗ്. അങ്ങനെയാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ വരുന്നുണ്ട്, നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 242, പേജ് നമ്പർ 242 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ മാർക്സ് ഓഫ് എ സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ആർ 45, 57, 38, 84, 75. Find his average mark. Find his average mark. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കിട്ടിയിട്ടുള്ള മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ കിട്ടിയിട്ടുള്ള മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്സിൻ്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ മാർക്കിൻ്റെ ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു? ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 45 + 57 + 38 + 84 + 75 എത്ര വരുന്നത്? 299 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് ഇതിൽ എത്ര ഡാറ്റ ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 299 divided by 5, that is equal to 59.8. 59.8 is the average of data. അപ്പോൾ ഈ മാർക്സിന്റെ ആവറേജ് ആണ് 59.8. ഓക്കെ, 59.8. ക്ലിയർ? Then second question ഒന്ന് ചെയ്തേ. The rainfall recorded in a town over 7 days is given below. Find the average. Find the average. ഇതേപോലെ തന്നെ നിങ്ങൾ ആവറേജ് കണ്ടുപിടിക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യന്
Example 2. Okay. Then next, range. ഈ ഡാറ്റയിൽ എന്താണ് റേഞ്ച്? ഇപ്പോൾ ഒരു ഡാറ്റ ഒബ്സർവേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് എന്താണ് റേഞ്ച്. റേഞ്ച് ഓഫ് ഡാറ്റ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റേഞ്ച് എന്ന് പറയുന്നത്? when a number of observations are recorded, we find the highest value as well as the lowest value. The difference between the two is the അപ്പോൾ നമുക്ക് റേഞ്ച് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, റേഞ്ച്. വാട്ട് ഈസ് ദ റേഞ്ച്? when a number of observations are recorded, we find the highest value as well as lowest value. The difference between the two is the range of the observation. എന്താണ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്കൊരു ഒബ്സർവേഷൻസ്, അതായത് ഡാറ്റ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് ഔട്ട് ഓഫ് 10 4 6 2 8 10 5 യെസ്, ഇതാണ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്സർവേഷനിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 4 ആണോ, 6 ആണോ, 2 ആണോ, 8 ആണോ, 10 ആണോ, 5 ആണോ? ഏതാണ്? 10 ആണ് ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ശരിയല്ലേ? യെസ്, 10 ആണ് ഹയസ്റ്റ് വാല്യൂ. നമ്മളത് പിക്ക് ചെയ്തു. നെക്സ്റ്റ്, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാണ് ഇതിൽ? 2. യെസ്, 2. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഈ ഹയസ്റ്റ് വാല്യൂവിൻ്റെയും ലോവസ്റ്റ് വാല്യൂൻ്റെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? അതായത് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ 10 - 2 = 8. 8 ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ ഓർ ഒബ്സർവേഷൻസ്. അപ്പോൾ 8 ആണ് നമ്മുടെ ഈ ഡാറ്റയുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ, പേജ് നമ്പർ 242. ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദി ഒബ്സർവേഷൻ 38, 27, 43, 64, 37, 29, 26, 47, 53, 62, 28. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ലോവസ്റ്റ്, യെസ്, ദ ലോവസ്റ്റ് റീഡിങ്. നമ്മൾ ഏതാ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരുന്നത്? എക്സാമ്പിൾ 1, പേജ് നമ്പർ 242. യെസ്, 26 ആണ് ലോവസ്റ്റ് വാല്യൂ. ഹയസ്റ്റ് വാല്യൂ ഏതാ വരുന്നത്? 64. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് 26 and 64? 64 minus 26. 64 minus 26, that is equal to 38. 38 is the range of this data. Okay. Next, example 2. Look at the example 2, page number 242. Marks of 10 students are given: 90, 36, 42, 50, 90, 20, 45, 65, 92, 45. Calculate the mean of the marks obtained by 10 students. Mean. What is mean? Mean means average. അപ്പോൾ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് തന്നെ കേട്ടോ. മീൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? യെസ്, സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് അല്ലേ? 1 2 3 4 5 6 7 8 9 10. യെസ്, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് ടോട്ടൽ കണ്ട് 9 36 42 50 90 20 45 65 92 45 ടോട്ടൽ 575 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതിൽ എത്ര വാല്യൂസ് വരുന്നുണ്ട്? 10. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 10 ആണ് വരുന്നത്. അപ്പോൾ 575 ഡിവൈഡ് ബൈ 10. പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് 575നെ 10 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് എന്താ വരുന്നത്? 57.5. കാരണം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ചെയ്താൽ മതി അല്ലേ? കാരണം ഇവിടെ 10 കൊണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആൻസർ വിൽ ബി 57.5. ഇതാണ് നമുക്ക് മീൻ ഉള്ള ആൻസർ. വേറെ ക്വസ്റ്റ്യൻ അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ റേഞ്ച്. എത്ര റേഞ്ച് വരിക? ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. ഹയസ്റ്റ് വാല്യൂ 92. 92 minus 20. 92 minus 20, 72. Yes, 72 is the range. Okay.
നെക്സ്റ്റ് മീഡിയൻ. അപ്പോൾ മീൻ കഴിഞ്ഞു, ആവറേജ് നമ്മൾ മീൻസ് മീൻ കണ്ടുപിടിച്ചു, റേഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മീഡിയൻ. മീഡിയൻ ഓഫ് ഡാറ്റ. അപ്പോൾ നമുക്ക് ഈ ഇതേപോലത്തെ വാല്യൂസ് തരാം അല്ലെങ്കിൽ ഡാറ്റ ഒക്കെ തന്നിട്ട് അതിൻ്റെ മീഡിയൻ എന്താ പറയുക? ആ വേർഡ് തന്നെ ഉണ്ടല്ലോ മീഡിയൻ. എന്താണ് മീഡിയൻ? മീഡിയൻ ഈസ് ദാറ്റ് വാല്യൂ വിച്ച് ഈസ് ദ മിഡിൽ മോസ്റ്റ് when the data is arranged in either ascending or descending order. ഒരു ഡാറ്റ അതിനെ അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങിലോ അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒത്ത നടുക്കുള്ളതാണ് വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 2, 3, 5, 4, 1, 8, 6 ഒരു വാല്യൂ വരുന്നുണ്ട്. ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ പറയും. ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. ഓക്കെ, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ. എന്താണ് ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ? ചെറുതിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിന്ന് ചെറുതിലേക്കോ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. 2, 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 5, പിന്നെ 1 ഫസ്റ്റ് വരും അല്ലേ? 1, 2, 3, 4, 5, then 6, ലാസ്റ്റ് 8. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം നമ്മളിവിടെ അസെൻഡിങ് ഓർഡറിൽ നമ്മളിങ്ങനെ എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഏറ്റവും നടുക്കുള്ളത് ഏതായിരിക്കും? 4 അല്ലേ? ഏറ്റവും നടുക്കുള്ളത്, കാരണം 4ൻ്റെ ഇപ്പുറത്തേക്കും 3 ആണ്, ഇപ്പുറത്തേക്കും 3 ആണ്. അപ്പോൾ 4 ആണ് ഇതിൻ്റെ മീഡിയൻ. ഇതിൻ്റെ മീഡിയൻ വാല്യൂ ഏതാണ്? 4. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ മീഡിയൻ? അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ 1 ഒന്ന് ചെയ്യാലോ. എക്സാമ്പിൾ 1 ചെയ്യാലോ. ഫൈൻഡ് ദ മീഡിയൻ ഓഫ് 56, 42, 92, 72, 35, 81, 73. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ആദ്യം ഇതിന് എന്ത് ചെയ്യാം? അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഓക്കെ, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്ക് അല്ലേ? അപ്പോൾ ആദ്യം ഏത് വരും വാല്യൂ? എക്സാമ്പിൾ 1 കേട്ടോ, പേജ് നമ്പർ 243. ആദ്യം ഏത് വാല്യൂ വരും? 35, ദെൻ നെക്സ്റ്റ് 42, ദെൻ നെക്സ്റ്റ് 56, ദെൻ 72, നെക്സ്റ്റ് ഏത് വരും? 73, then 81, then next 92. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മളിങ്ങനെ എഴുതി. ഇനി അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതി. ഓക്കെ, അസെൻഡിങ് ഓർഡർ ശേഷം നെക്സ്റ്റ് നമുക്ക് ഒത്ത നടുക്കുള്ള വാല്യൂ അല്ലേ? ഏതായിരിക്കും വരിക? 72 അല്ലേ? 72ൻ്റെ ഇപ്പുറത്തേക്കും 3, അപ്പുറത്തേക്കും 3. അപ്പോൾ ഇതാണ് ഒത്ത നടുക്ക്. മിഡിൽ മോസ്റ്റ് വാല്യൂ ഇസ് 72. therefore median is 72. ഓക്കെ, yes. Then next example 2 നോക്കൂ. example 2 ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. example 2 find the median of example 2 എന്താ പറയുന്നത്? find the median of 124, 111, 124, 111, next 137, next 118, 118, then next 99, 120, 99, 120, 99, 120, 133, 133, 125, 133, 125. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി പറയൂ ഇതിൻ്റെ മീഡിയൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ ഒന്ന് എഴുതിക്കുക നിങ്ങൾ. അസെൻഡിങ് ഓർഡറിൽ ഒന്ന് എഴുതിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ അസെൻഡിങ് ഓർഡർ എഴുതിയിട്ടുണ്ട് അല്ലേ? 99, 111, 118, 120, 124, 125, 133, 137. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഈ നമുക്ക് ഒത്ത നടുക്കുള്ളത് നോക്കാം. ഒത്ത നടുക്കുള്ളത് എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് വരുന്നുണ്ട് അല്ലേ? ഇവിടെ 2 വാല്യൂസ് വരുന്നുണ്ട് ഒത്ത നടുക്ക്. അപ്പോൾ ഏതായിരിക്കും ഇതിൽ മീഡിയൻ? 2 എണ്ണം മീഡിയൻ ആയിട്ട് വരുമോ? അങ്ങനെയല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മിഡിൽ മോസ്റ്റ് വാല്യൂ 2 ആഡ് ചെയ്യും. 120 + 124, എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. കാരണം ഇത് 2 വാല്യൂ വരുന്നുണ്ട് ഒത്ത നടുക്ക്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മീഡിയൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത് 2 ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്താൽ മതി. 120 + 124 / 2. എന്താ ആൻസർ വരുന്നത്? 122. 122 is the median. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് 2 വാല്യൂ വരിക? മീഡിയൻ കാണുമ്പോൾ നടുവിൽ 2 വാല്യൂ എപ്പോഴാണ് വരിക? നിങ്ങൾ ഒബ്സർവേഷൻ ഒന്ന് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8. 8 ഒരു ഈവൻ നമ്പർ അല്ലേ? 8 ഒരു ഈവൻ നമ്പർ അല്ലേ? അപ്പോൾ ഡാറ്റയിൽ ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നടുവിൽ 2 വാല്യൂ വരും. അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിനു ശേഷം
മിഡിൽ മോസ്റ്റ് 2 വാല്യൂസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രണ്ടും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ 3 ഒന്ന് ചെയ്തത് നിങ്ങൾ. ഇതേ സെയിം വേയിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഒന്ന് ചെയ്തത്. എക്സാമ്പിൾ 3, ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ് ഓഫ് 60 സ്റ്റുഡൻസ് ഗിവൺ ബിലോ. ഒന്ന് ചെയ്തത് നിങ്ങൾ. യെസ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് മോഡ്. വാട്ട് ഈസ് ദ മോഡ് ഓഫ് ഡാറ്റ? ഒരു ഡാറ്റയുടെ മോഡ്. എന്താണ് മോഡ്? മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, മോഡ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ആവറേജ് ആൻഡ് ഇസ് ദാറ്റ് വാല്യൂ ദാറ്റ് ഈസ് മോസ്റ്റ് റിപ്പീറ്റഡ്. ക്ലിയർ? ഇപ്പോൾ ഒരു ഡാറ്റയിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ 5 സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഔട്ട് ഓഫ് 5, 1 2 3 4 5. ഇപ്പോൾ ഇതാണ് ആ ഡാറ്റ. അപ്പോൾ ഇതിലെ മോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 2 ആണ്. ബിക്കോസ് 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 3 ടൈംസ്. ഇതിൻ്റെ മോഡ് 2. ഓക്കെ, ഇത് 2 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 3 ടൈംസ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് പറയുന്നത്, മോഡ്. ഓക്കെ, note that mode is another type of average and is that value that is most repeated. Okay, അങ്ങനെയാണ് എക്സാമ്പിൾ 1 ചെയ്തത്. ഫൈൻഡ് ദ മോഡ് ഓഫ് 6 7 4 7 6 8 6 4 3 5. നോക്കൂ, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ഏതാണ്? 6. 6 ഈസ് മോസ്റ്റ് റിപ്പീറ്റഡ്, സോ മോഡ് ഈസ് 6. എക്സാമ്പിൾ 2 നിങ്ങൾക്ക് ചെയ്യാലോ. എക്സാമ്പിൾ 2, യെസ്. എക്സാമ്പിൾ 2ലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താണ്, 4ഉം 5ഉം ഒരേപോലെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതായിരിക്കും മോഡ്? 2ഉം അതിൻ്റെ മോഡാണ് കേട്ടോ. എക്സാമ്പിൾ 2ൽ പേജ് നമ്പർ 244. എക്സാമ്പിൾ 2ൽ 4ഉം 5ഉം ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഏതാ മോഡ് എടുക്കുക? 4ഉം 5ഉം എന്താണ് ആ ഡാറ്റയുടെ മോഡാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ മോഡ് ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. എക്സാമ്പിൾ 3 നോക്കൂ. ഫൈൻഡ് ദ മോഡ് ഓഫ് ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം അതിനെ ലെറ്റസ് ഫസ്റ്റ് റെപ്രസെൻറ്റ് ദിസ് ഡാറ്റ ഇൻ ടാബുലർ ഫോം. നിങ്ങൾ നോക്കൂ, കണ്ടോ, ഒരു ടേബിൾ ആക്കി വരച്ചിട്ടുണ്ട്. കാരണം എന്താ, അതിൽ നമുക്ക് കുറേ ഡാറ്റ വരുന്നുണ്ട് അല്ലേ, കുറേ വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിനൊന്ന് കുറച്ചൊരു ടേബിൾ ആക്കി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യണം, ആ ടേബിളാക്കി മാറ്റുന്നുണ്ട്. അപ്പം അതിൽ 5 6 7 8 ആദ്യത്തെ കോളത്തിൽ എഴുതി. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യണ രണ്ടാമത്തെ, അതായത് അതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ 3 ചെയ്തിരിക്കുന്നത് ഒരു മെത്തേഡിലൂടെയാണ് 3 ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 കോളുണ്ട്, വാല്യൂസ് 5ഉം 6ഉം 7ഉം 8ഉം ആണ് അല്ലേ? 5 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 5 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 7 ടൈംസ്. അപ്പോൾ 5ന്റെ ഫ്രീക്വൻസി 7. എന്താണ് ഫ്രീക്വൻസി? 7. 5ന്റെ ഫ്രീക്വൻസി 7. വേണമെങ്കിൽ ഇവിടെ ടാലി മാർക്കിൽ എഴുതാം. 1 3 4 5 6 7. അങ്ങനെ 6 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 11 ടൈംസ്. അതിൻ്റെ ടാലി മാർക്ക്. 7 എത്ര ടൈം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 5 ടൈംസ്. 8 എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 5. അപ്പോൾ 8ന്റെ ഫ്രീക്വൻസി 5. അപ്പോൾ ഇതിൽ ഏതാണ് ഇതിൻ്റെ മോഡ്? മോഡ് എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നോക്കുക, ഏറ്റവും വലിയ വാല്യൂ ഇതിൽ ഏതാണ്? 11 ആണ്. അപ്പോൾ 6 ഈസ് ദ മോഡ്. ഓക്കെ, 6 ഈസ് ദ മോഡ് ഓഫ് ദി ഡാറ്റ. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആവറേജ്, മീനും ആവറേജും സെയിം ആണ് കേട്ടോ. ആവറേജ്, ദെൻ മോഡ്, റേഞ്ച്. ഓക്കെ, ദെൻ മാർക്ക് യുവർ homework. Exercise 18.2, question number 2, 6, 7 and 8. Then see you next class. Thank you.